അങ്ങനെ നമുക്കുള്ള ജ്യൂസ് എത്തി. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ ഞങ്ങളുടെ ഫേസ്ബുക്ക് വീഡിയോയിൽ ഷാവിദ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജെനിസാനിലെ ബഹ്റൈൻ വേൾഡ് ഫോർ അനിമൽസ് പാർക്കിൽ പോയിട്ട് അവിടുത്തെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണമെന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മനാമയിൽ നിന്നാണ് പോകുന്നത്. ഇവിടെ നമുക്ക് 13-ാം നമ്പർ ബസ്സിലാണ് പോകേണ്ടത്. നമുക്ക് ബുദയിലോട്ടാണ് പോകേണ്ടത്. അവിടെയാണ് നമ്മുടെ പാർക്ക് വരുന്നത്. നമ്മളങ്ങനെ ബസ് ഇറങ്ങി, നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തി. നമ്മളങ്ങനെ ബസ് ഇറങ്ങി. പിടിക്കട്ടെ സ്ഥലം എവിടെയാണെന്ന്. സംഭവ സ്ഥലം ബഹ്റൈൻ വേൾഡ് ഫോർ അനിമൽസ്. അപ്പം നമ്മളങ്ങനെ വന്നു. ഇതാണ് പറഞ്ഞ സ്ഥലം, ആ ചേട്ടൻ പറഞ്ഞ സ്ഥലം ഇതാണ്. അപ്പം നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. ബസ് ഇറങ്ങി കുറച്ച് ഫ്രണ്ടിലോട്ടൊരു 100-150 മീറ്റർ നടക്കാനേ ഉള്ളൂ കേട്ടോ. വരുമ്പോൾ നമ്മുടെ ഒരു പൂച്ച സാർ നമ്മളെ സ്വീകരിക്കാൻ ഇവിടെ കിടപ്പുണ്ടു. ഹലോ പൂച്ച സാർ, എന്നാ പറയുന്നു? ഓക്കെ. ടിക്കറ്റ് എടുത്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കൊട്ടയിൽ ക്യാരറ്റ് തരും. ആഹാ, നമുക്ക് തിന്നാം. അപ്പം ഇതാണ് നമ്മുടെ പറഞ്ഞ സംഭവം. തറയിലിടാനല്ലല്ലോ തന്നത് നിനക്ക്, ഞാൻ തിന്നാനല്ലേ തന്നേ. എന്നോട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? അങ്ങനെ ഞങ്ങൾ വന്ന് ടിക്കറ്റൊക്കെ എടുത്തു. നമുക്ക് ടിക്കറ്റൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇതുപോലെ ചെറിയ ബാസ്ക്കറ്റിൽ നമുക്ക് ക്യാരറ്റ് അതുപോലെ തരും, അങ്ങനെ ഉള്ള സംഭവം തരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അകത്ത് കയറി ഇവിടെ പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാനുള്ളൊരു സൗകര്യമുണ്ട്. അവരെ അടുത്ത് കണ്ട് അവർക്ക് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ പുള്ളി മാനുകളെയാണ് ഇതിൻ്റെ എൻട്രൻസിലോട്ട് കയറുമ്പോൾ തന്നെ. ഇവിടെ എല്ലാവർക്കും തരാൻ നാണിന്നാ. എനിക്ക് പേടിയാണ്, അവ ഇറങ്ങി വരുന്നുണ്ട്. Are you happy? Bye bye. No need. ഇവിടെ എന്തിനാ അടി ഉണ്ടാവുന്നേ? ഇവിടെ കുറേ ഇങ്ങനെ, ഇതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഹലോ സാർ. തന്നെയല്ലേ, താഴെ തല്ലിയിടും, അടിയും പിരിഞ്ഞു. വിവിധതരം പക്ഷികൾ, അതുപോലെ തത്തകള്, ലവ് ബേർഡ്സ്, കോഴികള്, പിന്നെ 2-3 വലിയ ആമ. അയ്യോ, അതൊരു സംഭവം തന്നെ കേട്ടോ. അത് ആ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കയറുമ്പോൾ അതിനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആടുകൾ, പല തരത്തിലുള്ള ആടുകൾ, വിവിധ ഇനം ആടുകൾ, കോഴി, പശുക്കൾ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനടി നമ്മുടെ അമ്മണി പശു. ഇതിൻ്റെ ഇടിക്കാൻ വരാനല്ല, നിങ്ങൾ ഇടിക്കാൻ വേണ്ട. നീ ഏതാ? ഇതെന്തെന്ന് ഇങ്ങനെ ഒരാള്? എല്ലാവർക്കും തരാന്ന്. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ എല്ലാവർക്കും തന്നിട്ടേ പോവൂ. എല്ലാവർക്കും കൊടുക്കട്ടെ കൂട്ടാ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാ? തള്ളി മാറ്റരുത്, തള്ളി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ വീഴും. എടി, അവളും തിന്നാൻ വന്ന് നിന്നല്ലേ എടി, അവൾക്കും കൊടുക്കണ്ടേ? അതെ എടി, അവളെ തള്ളി ഇടാതെ എന്നപ്പം നിന്നെ നിനക്ക് തരത്തില്ല. പോ. വഴി എൻ്റെ കുഞ്ഞുവാ. പിന്നെ നമുക്ക് അപ്പുറത്തോട്ട് പോവാം. അപ്പുറത്ത് പോയി നമുക്ക് പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ കാണാം. തിന്നുപോടി. നീ ഇതൊക്കെ തിന്നാറായോ? എന്നാ നിങ്ങളത്ര ദൂരത്തല്ലേ, ഞാൻ ആ വഴി വരാം. ഇവര് ക്യാരറ്റ് തിന്നു. പിന്നെ നിങ്ങളും ക്യാരറ്റൊക്കെ തിന്നുവോ? ബാ, മക്കളെ വന്ന് വാങ്ങിച്ചോണ്ട് പോ. ബാടി. സത്യം പറഞ്ഞ അടിപൊളിയാട്ടോ. എന്നാ കഴിക്കേ? നിന്നെ പവർക്കി അങ്ങോട്ട് ഇരട്ടെ. അയ്യോ, ഇതൊക്കെ ഏതൊക്കെ ഇനത്തിൽ, ഇത് ഏതൊക്കെയാണ്? എനിക്ക് പേടിയാ.
ഇത് ഇവരേതൊക്കെയാണെന്നുള്ളത് പറയണേത്. ആഹാ, അവരുടെ കളറും ഉണ്ട്. ഹായ്. ഇവിടെ രണ്ടുപേരും മാറിക്കിടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എന്നാ പറ്റി ഇവിടെ രണ്ടുപേരോട്? എന്നാ പരിപാടി? എന്താ പറ്റി? എന്നാ പറ്റിടാ? ഇയാളെന്നാ കളറൊക്കെ അടിച്ചിരിക്കുന്നേ? വയ്യേ? ചൂടാണോ? അറിഞ്ഞ ചൂടാണോ? ആണോ 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 ചൂടാണോടി? വേറൊരാള്. എനിക്ക് പേടിയാ. കൊള്ളാം കേട്ടോ. നിങ്ങളിങ്ങനെ കുഞ്ഞു മക്കളായിട്ടൊക്കെ വരുവാണെങ്കിൽ അടിപൊളി. അവർക്ക് ഇവർക്കൊക്കെ ഫുഡ് ഫീഡ് ചെയ്യാൻ നേരത്തെ അടിപൊളിയാണ്. എനിക്ക് എന്തോ വലിയ സന്തോഷമാണ്. അപ്പൊ പിന്നെ അവരുടെ കാര്യം പറയണ്ടല്ലോ. ഇവർക്കൊക്കെ ഇത് കൊടുക്കാന് അവരെ കളിപ്പിക്കാനൊക്കെ ആകുമ്പോൾ അവർക്ക് ഭയങ്കര ഇതായിരിക്കും. ഇനി നമുക്ക് കുറച്ച് ഹൈ ക്ലാസ് ആൾക്കാരെ പോയി കണ്ടിട്ട് വരാം. അവരിവിടെയല്ല, കുറച്ച് മേളിലാണ് താമസം. നമുക്ക് അവരെ പോയി കണ്ടിട്ട് വരാം. അത് നമ്മുടെ വേറെ ആരുമല്ല, നമ്മുടെ പൂച്ച സാറിനെ പോയി കണ്ടിട്ട് വരാം. താടി, എന്റെ കയ്യിൽ താടി കയ്യൊക്കെ ഇട്ട് വെച്ച് തരുവ. വേണ്ട വേണ്ട, അവിടെ നോട്ടം ശരിയല്ല. അല്ല സാർ, അവരെല്ലാം ഉറങ്ങട്ടെ, നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കണ്ട. തത്തമ്മേ പൂച്ച പൂച്ച, തത്തമ്മേ പൂച്ച പൂച്ച. അപ്പം ഇതാണ് നമ്മുടെ എന്നാ ബഹ്റൈൻ ബേഡ്സ് ഫോർ ആനിമൽസിലെ കാഴ്ചകൾ. നിങ്ങളിങ്ങനെ ഫ്രീ ടൈമിലൊക്കെ നിങ്ങൾ വരിക, വന്ന് ഇവിടെ എൻജോയ് ചെയ്യുക. ഇവിടെ എൻട്രൻസ് ഫീ വരുന്നത് ഒരാൾക്ക് 2.2 ആണ്. 2 ദിനാർ 200 ഫിൽസ് ആണ് ഒരാൾക്ക്. അപ്പോൾ അവർക്ക് നമുക്ക് ഫീഡ് ചെയ്യാനുള്ള ക്യാരറ്റൊക്കെ നമുക്കൊരു കൊട്ടയിൽ തരും. അതുമായിട്ട് നമുക്ക് ഇതിനകത്തൊക്കെ കയറി അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് കുറേ നേരം അതിനകത്തൊക്കെ നടക്കാം. പിന്നെ ഇങ്ങനെയുള്ള നല്ല നല്ല സ്പോട്ടുകളൊക്കെ ഇങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളും ട്രൈ ചെയ്യാൻ പോയി കാണാൻ, അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ. അപ്പം താങ്ക് യു സോ മച്ച് ചേട്ടാ. ഞങ്ങളിവിടെ വന്നു, ഞങ്ങളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. തത്തമ്മേ പൂച്ച പൂച്ച, തത്തമ്മേ പൂച്ച പൂച്ച.